ജയഗീതം പാടൂ എന്നും മഹിമയീശനായി. ക്രിസ്തുവിനെ നോക്കി, ക്രിസ്ത്യാനികളെ നോക്കി ലോകം പേടിച്ച ദിവസമാണെന്ന്. മരിച്ചവനല്ല, ഉദ്ധാനം ചെയ്തവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ക്രിസ്ത്യാനികൾ അഭിമാനത്തോടെ പറയാൻ തക്ക വിധത്തിൽ ഈ രാത്രി ഏറ്റവും മനോഹരമാണ്. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ജയഘോഷത്തോടെ ഉയർത്തെഴുന്നേറ്റു. എല്ലാവർക്കും കർത്താവിൻ്റെ പുനരുത്ഥാന തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളെല്ലാവരും സെമിത്തേരിയിൽ പോയിട്ടുണ്ടാകും. പോയിട്ടില്ലെങ്കിൽ പോകണം. നിങ്ങൾ ആരെയാണോ അന്വേഷിച്ച് വരുന്നത്, അയാളുടെ പേരും അയാളുടെ ജനനവും മരണവും അയാളുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും ആ കല്ലറയ്ക്ക് മുകളിൽ എഴുതി വെക്കും. അയാൾ ഇവിടെയുണ്ട്, എവിടെയും പോയിട്ടില്ല. പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കല്ലറയ്ക്ക് മുകളിൽ മാത്രം എഴുതി വെച്ചു, നിങ്ങൾ അന്വേഷിച്ചയാൾ ഇവിടെ ഇല്ല. അതാണ് ക്രിസ്തുവിൻ്റെ കല്ലറയുടെ പ്രത്യേകത. ചില യഹൂദർ ചെന്ന് പീലാത്തോസിനോട് അവൻ മരിച്ച ശേഷം പോയി പറഞ്ഞു, അവൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ആളെ ഏർപ്പെടുത്തണം, കാരണം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്ക് ശിഷ്യന്മാരും കേട്ടിട്ടുണ്ട്. ഇതേ വാക്ക് അവൻ്റെ പിന്നാലെ നടന്ന വലിയൊരു ജനക്കൂട്ടവും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൂടെ നടന്ന സ്നേഹിച്ചവർ അത് വിശ്വസിച്ചില്ല. പക്ഷേ കുറ്റം കണ്ടുപിടിക്കാൻ നടന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അതാണ് ക്രിസ്തുവിന്റെ വാക്കിനെ ശത്രുക്കൾ പോലും കണ്ട ഗൗരവം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മരിച്ചവന്റെ കല്ലറയ്ക്ക് മുമ്പിൽ മനുഷ്യർ കാവലേർപ്പെടുത്തി. അങ്ങനെ അവന്റെ ഉദ്ധാരത്തെ തടയാമെന്ന് അവർ വെറുതെ ഒന്ന് നനച്ചു. ആ നനച്ച അവസരത്തിലാണ് ക്രിസ്തു 3-ാം നാൾ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് ഉയർത്തെഴുന്നേറ്റത്. പ്രിയമുള്ളവരെ, ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ അന്തസത്തയും ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും ഇത് തന്നെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. ഈ ഒരു വിശ്വാസമാണ് ഈ തിരുനാളിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യർ പറയുന്നിടത്ത് ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഈ തിരുനാൾ നമുക്കൊരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും രാത്രിയാകട്ടെ. ഈ ഒരു നാൾ നമ്മൾ കാത്തിരുന്ന ഒരു നാളെന്നതിനേക്കാളുപരി നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്ന ഒരു നാളായി മാറട്ടെ.